തിരുവനന്തപുരം കഠിനംകുളത്തെ കൊലപാതകത്തിന്റെ ചുരുളഴിയുകയാണ്. ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട ജോൺസൺ കഴിഞ്ഞ 1 വർഷമായി ആതിരയുമായി പ്രണയത്തിലായിരുന്നു. റീൽസുകൾ പങ്കുവെച്ചുകൊണ്ടാണ് സൗഹൃദം തുടങ്ങിയതും. ആതിരയും ജോൺസണും സാമ്പത്തിക ഇടപാടും ഉണ്ടായിരുന്നു. ജോൺസന് ആതിര 1 ലക്ഷം രൂപയോളം ആദ്യം നൽകിയിരുന്നതായും ഈ ഒരു അന്വേഷണ സംഘം കണ്ടെത്തി. കൊലപാതകം നടക്കുന്നതിന് 3 ദിവസം മുൻപും ജോൺസൺ ആതിരയിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ആതിരയുടെ സ്വകാര്യ ചിത്രങ്ങൾ കാണിച്ച് അത് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ജോൺസൺ പണം കൈപ്പറ്റിയതായിരുന്നത്. ഇതായിരുന്നു പോലീസിന് കിട്ടിയിട്ടുണ്ടായിരുന്ന സൂചന. ആതിരെ കൂടെ ചെല്ലാനും ഇയാൾ നിർബന്ധിക്കുകയും ചെയ്തു. എന്നാൽ ആതിര അത് നിഷേധിക്കുകയായിരുന്നു. ഈ കാര്യങ്ങളാണ് കൊലയ്ക്ക് കാരണമായതെന്നാണ് പോലീസ് കരുതുന്നത്. ഇയാൾ പല ദിവസവും ആതിരയുടെ കഠിനംകുളത്തെ വീട്ടിലെ എത്താറുണ്ടായിരുന്നു. ഭർത്താവ് രാജീവിന് ജോൺസണും ആതിരയും തമ്മിലുള്ള ഈ ഒരു ബന്ധം നേരത്തെ അറിയാമായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. കുഞ്ഞിനെയും കൊണ്ട് കൂടെ വരാൻ പലതവണ ഇയാൾ ആവശ്യപ്പെട്ടിട്ടും തയ്യാറാകാത്തത് കൊണ്ടാണ് കഠിനംകുളം സ്വദേശിയായ ആതിരയെ കൊലപ്പെടുത്തിയതെന്നാണ് പ്രതി ജോൺസന്റെ മൊഴി. പോലീസിന്റെ പിടിയിലാകുമെന്നുള്ളത് ഉറപ്പായപ്പോഴാണ് ആത്മഹത്യക്ക് ശ്രമിച്ചതെന്നും അന്വേഷണ സംഘത്തിന് ജോൺസൺ മൊഴി നൽകിയതും. ഈ ഒരു കൊലപാതകത്തിന് പിന്നാലെ മുങ്ങിയ ജോൺസൺ ഔസഫിനെ ഇന്നലെ കോട്ടയം ചിങ്ങവനത്തെ ഒരു വീട്ടിൽ നിന്നാണ് പോലീസ് പിടികൂടിയത്. എലിവിഷം കഴിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ജോൺസൺ ഇപ്പോൾ. കഠിനംകുളം പോലീസിന്റെ ചോദ്യം ചെയ്യലിലാണ് കൊലപാതകത്തിന്റെ വിവരങ്ങൾ പുറത്തു വന്നത്. കൃത്യം നടന്ന ദിവസം പെരുമാതുറയിലെ മുറിയിൽ നിന്നും രാവിലെ 7 മണിയോടെ പ്രതി മതിൽ ചാടി ആതിര താമസിക്കുന്ന വീടിനകത്തേക്ക് വന്നു. അവസാനമായി ആതിരയെ ഒന്ന് കാണണം എന്നായിരുന്നു ജോൺസന്റെ ആവശ്യം. തന്റെ ബൈക്ക് അടക്കം വിറ്റിട്ടാണ് ജോൺസൺ ആതിരയെ കാണാൻ എത്തിയതും. വീട്ടിലെത്തിയ പ്രതിക്ക് ആതിര ചായ ഇട്ടുകൊടുത്തു. ഈ ഒരു സമയം ജോൺസൺ കയ്യിൽ കരുതിയ കത്തി മുറിക്കുള്ളിലെ കിടക്കയുടെ അടിയിൽ സൂക്ഷിച്ചു. ഇതിനിടെ കുട്ടി ഉണരുകയും ആതിര കുട്ടിയെ ഒരുക്കി സ്കൂളിൽ വിടുകയും ചെയ്തു. ഈ സമയമെല്ലാം പ്രതി വീടിനുള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. കുട്ടിയെ സ്കൂളിലേക്ക് വിട്ട ശേഷം ഭർത്താവിന് ഭക്ഷണം കൊടുത്ത് ആതിര മടങ്ങി റൂമിൽ എത്തിയപ്പോഴാണ് ഈ ഒരു കൊലപാതകം നടത്തിയത്. ആതിരയെ കുത്താനുള്ള കത്തി ചിറയൻകീഴിൽ നിന്നുമാണ് വാങ്ങിയത് എന്നാണ് ജോൺസന്റെ മൊഴി. കൃത്യം നടത്തുന്നതിനിടയിൽ ജോൺസന്റെ കൈയും മുറിവേറ്റിരുന്നു. കൊലപാതക ശേഷം ജോൺസന്റെ ഷർട്ട് അവിടെ ഉപേക്ഷിച്ച് ആതിരയുടെ ഭർത്താവിന്റെ ഷർട്ട് ഇട്ടാണ് രക്ഷപ്പെട്ടത്. ആതിര തന്റെ കൂടെ വരാൻ സമ്മതിക്കാത്തതാണ് കൊലപാതകം നടത്താൻ കാരണമാണ് എന്നാണ് പ്രതിയുടെ മൊഴി. ഈ മാസം 7-ാം തീയതി തമ്മിൽ കണ്ട ഇരുവരും അന്ന് ജോൺസന്റെ ബുള്ളറ്റിൽ ഒരുമിച്ച് യാത്ര ചെയ്യുകയും ചെയ്തിരുന്നു എന്നാണ് മൊഴിയിലുള്ളത്. ഡിസംബർ 7 മുതൽ ജനുവരി 7 വരെ ചിങ്ങവനത്ത് ഒരു രോഗിയെ നോക്കിയ ജോൺസൺ അതിനുശേഷമാണ് ജോലി ഉപേക്ഷിച്ച് പെരുമാതുറയിൽ എത്തിയത്. ചിങ്ങവനത്തെ വീട്ടിൽ നിന്ന് സാധനങ്ങൾ എടുക്കാൻ എത്തിയപ്പോഴാണ് ഇയാൾ പോലീസ് പിടിയിലായത്. നിലവിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്ന പ്രതിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. എന്നാൽ 48 മണിക്കൂർ നിരീക്ഷണമാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഇതിനുശേഷമായിരിക്കും പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നത്. ആശുപത്രിയിൽ പൂർണ്ണമായും പോലീസ് നിരീക്ഷണത്തിലാണ് ഈ ഒരു പ്രതി.